ഈ 8 കാലികളെ നിങ്ങൾക്ക് പേടിയുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ പുതിയൊരു പടമാണ് ഇൻഫെസ്റ്റഡ്. ഇത് റീസെൻ്റ്ലി പുറത്തിറങ്ങിയ ഒരു ഫ്രഞ്ച് ഹൊറർ മൂവിയാണ്. കേലബ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ ഒരു ഡെസേർട്ട് സ്പൈഡറിനെ അദ്ദേഹത്തിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിക്കുകയും തുടർന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ പ്രധാനമായിട്ട് എടുത്ത് കാണിക്കുന്നത്. ആൻഡ് അതിൻ്റെ എക്സിക്യൂഷൻ നല്ല കിഡിലിനായിട്ടുണ്ട്. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഒരുപാട് CGI ഫീൽഡ് സാധനങ്ങളുണ്ടെങ്കിലും റീസെൻ്റ്ലി കണ്ട വളരെ നല്ല റിയലിസ്റ്റിക് മോൺസ്റ്റർ അല്ലെങ്കിൽ ഒരു സ്പൈഡർ അറ്റാക്ക് മൂവി എന്ന് പറയാം. കുറേ കാലം മുമ്പ് ഒരു 90s അരാക്നോഫോബിയ എന്നൊരു പടം ഉണ്ടായിരുന്നു. ഈ ഫിയർ ഓഫ് സ്പൈഡറിനെ പറയുന്ന പേരാണ് അരാക്നോഫോബിയ. അതേ പേരിൽ പുറത്തിറങ്ങിയ ഒരു സിനിമയായിരുന്നു. ഇതിനു മുമ്പ് ഞാൻ ഇതുവരെ കണ്ടതിൽ ഭയങ്കര ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു സ്പൈഡർ മൂവി. കാരണം എനിക്ക് ഈ സാധനത്തിൽ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് തന്നെ അതാണ് ഇതുവരെ കണ്ടതിൽ. ബാക്കിയൊക്കെ CGI ഫീൽഡ് സാധനങ്ങളൊക്കെ വെച്ച് വലിയ ജയൻറ്റ് സ്പൈഡറൊക്കെ വന്നിട്ടുള്ള സാധനങ്ങൾ. പക്ഷേ കമ്പയർ ടു ദാറ്റ് ഇതിപ്പോൾ മോഡേൺ മിക്സ് ഒക്കെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഫിക്സിൻ്റെ വിഷ്വൽ എഫക്ട്സിൻ്റെ ഒക്കെ എല്ലാ യൂസും കൊണ്ട് റിയലിസ്റ്റിക്കും പ്ലസ് CGI രണ്ടും കൂടി മിക്സ് ആയിട്ടാണ് ഇവർ കാണിക്കുക. സോ ഒറിജിനൽ സ്പൈഡേഴ്സും ഉണ്ടാവും, അതിനോടൊപ്പം തന്നെ CGI ഫീൽഡ് സാധനങ്ങളും ഉണ്ടാവും. രണ്ടും കൂടി മിക്സ് ആയിട്ട് കാണിക്കുന്നത് കൊണ്ട് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് തോന്നും, ഭയങ്കര ഒറിജിനാലിറ്റി തോന്നും. സിനിമ മുഴുവനായിട്ട് ആ ഒരു പ്ലോട്ടിങ്ങും അതിൻ്റെ ആ ഒരു പേസിങ്ങും ഒക്കെ തന്നെ അടിപൊളിയാണ്. സിനിമയുടെ തുടക്കം മുതലേ ഈ ഒരു സാധനത്തിലേക്ക് അങ്ങോട്ട് കയറുകയാണ്. അല്ലാണ്ട് യാതൊരു തരത്തിലുള്ള അനാവശ്യ കാര്യങ്ങളൊന്നുമില്ല. എങ്കിലും കുറച്ച് ക്യാരക്ടേഴ്സിനെ സെറ്റ് ചെയ്യാൻ ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് ഒരു യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു അപ്പാർട്ട്മെൻ്റ് ആണ് ഇതിപ്പോൾ, ഒരു ഡെസേർട്ട് സ്പൈഡറാണ്. ആ ഒരു ഡെസേർട്ട് സ്പൈഡർ ഇത്തരത്തിലുള്ളൊരു ഫ്രഞ്ച് അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തുകയും ആ വരാനുള്ള വഴി then അവിടെയുള്ള കുറച്ച് ആൾക്കാർ ഇതിനൊക്കെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ആദ്യം തന്നെ കാണിച്ചു പോകുന്നുണ്ട്. സോ അത് കാണിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു ടോട്ടൽ അപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ അവർ നമ്മൾ ഗെയിം കളിക്കുന്ന പോലെ അതിന് എക്സിറ്റ് പോയിൻറ്റ്സ് ഏതൊക്കെയാണ്, ഏതൊക്കെ രീതിയിലേക്ക് അവർക്ക് പുറത്തിറങ്ങാം, ആരൊക്കെ ഉണ്ട് അവിടെ. ദെൻ ഇവർ മാത്രമല്ല, ഒരു 5-6 മെയിൻ ക്യാരക്ടേഴ്സ് കൂടാണ്ട് ബാക്കി അപ്പാർട്ട്മെൻറ്റിൽ ജീവിക്കുന്ന കുറേ അധികം ആൾക്കാരുണ്ട്. അവിടെ സ്വീപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ അവിടെ വഴക്കുണ്ടാക്കുന്നവരുണ്ടാവും, സ്ഥിരം ഇവർക്കെതിരെ വരുന്ന പോലീസുകാരുണ്ടാവും. സോ ഇങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സിനൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഈ സാധനം തുടങ്ങുന്നത്. സോ ഇവർ മാത്രമല്ല, അഫക്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ഉണ്ട്. സോ അവരെല്ലാവരെയും രക്ഷിക്കണം അല്ലെങ്കിൽ എല്ലാവരെയും ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കണമെന്ന് കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് മാത്രമല്ല ബാക്കിയുള്ളവർക്കും കൂടെ എന്തായി എന്ന് കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. ദെൻ അതിൻ്റെ ആ ഒരു സ്റ്റേജിങ്ങും ആ ഒരു സ്റ്റോറി ലൈനും അടിപൊളിയാണ്. കാരണം ഈ ഒരു സ്പൈഡറിൻ്റെ പ്രത്യേകത ഇത് പെട്ടെന്ന് തന്നെ റീപ്രൊഡ്യൂസ് ചെയ്ത് കോളനൈസ് ചെയ്യുകയാണ് ആ ഒരു സ്പൈഡറിൻ്റെ മെയിൻ ഉദ്ദേശം. ആൻഡ് ഭയങ്കര പോയിസണസുമാണ്. സോ അല്ലെങ്കിൽ ഒരു ഒറ്റ കടി കിട്ടിയ ആൾ ചാവും. സോ അങ്ങനെ ഉള്ളപ്പോൾ തന്നെ ഒരു 1000 അല്ലെങ്കിൽ ഒരു 1,00,000 സ്പൈഡർ ഒരു അപ്പാർട്ട്മെൻറ്റ് ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഫുള്ളായിട്ട് കവർ ചെയ്ത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് സിനിമയിൽ പ്രധാനമായിട്ട് എടുത്താണ്. ഏതാണ്ട് ഒരു ചെറിയ സ്പേസിൽ ഒതുങ്ങി നിൽക്കാൻ നോക്കുന്നില്ല. ഇപ്പോൾ ജസ്റ്റ് ഒരു റൂമിനകത്ത് മാത്രമല്ല ഈ പടം, എൻ്റെയർ ആ ഒരു ബിൽഡിങ്ങിന് മുഴുവനായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നവർക്ക് പറ്റുന്നുണ്ട്. സോ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വെച്ച് ഭയങ്കരധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നുണ്ട്. ദാൻ ഇതിൻ്റെ മേക്കിങ്ങിൽ നമ്മളിപ്പോൾ സാധാരണ സിനിമകളിൽ കാണുന്ന രീതിയിലുള്ള ഒരു കൂറ VFXും ഗ്രാഫിക്സും വെച്ചിട്ടൊന്നുമല്ല. അല്ല, കിടിലും VFX ആൻഡ് ഗ്രാഫിക്സ്. ആൻഡ് അതിൽ തന്നെ ലൈറ്റിങ് കുറേ കിടിലിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആ ലൈറ്റും ഇതിൽ സിനിമയിലെ കഥയിലെ പ്രധാന ഒരു ഭാഗമാണ്. സോ ഇത്തരത്തിൽ കുറേ ഫാക്ടേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് കാണിക്കുന്നത് കൊണ്ട് തന്നെ റീസെൻ്റ്ലി കണ്ടതിൽ വളരെ നല്ല ഒരു സ്പൈഡർ മൂവിയായിട്ട് എനിക്ക് തോന്നി. ഓൾറെഡി സ്റ്റിംഗ് എന്നൊരു പടം ഈ അടുത്ത് ഇറങ്ങിയിട്ടാണ്, ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ കണ്ടത് വെച്ച് എനിക്ക് ഈ സിനിമയാണ് ഭയങ്കരധികം ഇഷ്ടമായത്. 90s കണ്ട ആ ഒരു അരാക്നോഫോബിയ എന്ന സിനിമ കഴിഞ്ഞാൽ പിന്നെ ഞാൻ കണ്ട ഏറ്റവും നല്ല സ്പൈഡർ മൂവി എന്ന് പറയാം. കുറേ ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്നത്. ഞാൻ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വെറും 1-1.25 മണിക്കൂർ മാത്രമേ ഉള്ളൂ. സോ സ്പൈഡേഴ്സിന് പേടിയാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുവെക്കുക. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേടി കംപ്ലീറ്റ് ആയിട്ട് മാറും, അല്ലെങ്കിൽ ഇതിൻ്റെ പകുതി നമ്മൾക്ക് നിങ്ങൾ തലയിറങ്ങി വീഴും. അത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സോ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ഇവിടെ അത് എങ്ങനെ അവൈലബിൾ ആവുമെന്ന് എനിക്കറിയില്ല. ഷ്രെഡർ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലാണ് ഇത് പുറത്തൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ ഇത് വേണമെങ്കിൽ ഓൺലൈനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ടാവും. ഇംഗ്ലീഷല്ല, ഇത് ഫ്രഞ്ച് മൂവിയാണ്. സോ സബ്ടൈറ്റിലൊക്കെ വെച്ച് കണ്ടുപോകണം. സോ ഓൾറെഡി ഈ സിനിമകൾ കണ്ടവരാണെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.